വിനീഷ്യസ് ജൂനിയറും റാഫിനെയും ഇപ്പോൾ ബാഴ്സലോണക്ക് വേണ്ടിയിട്ടും റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടുമൊക്കെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തകർത്തുക എന്ന് പറഞ്ഞാലും പോരാ, രണ്ടുപേരും ഇടയ്ക്ക് ഓരോ ഹാട്രിക്കുകൾ, അങ്ങനെ തൻ്റെ ടീമിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇരുവരും കടന്നു പോകുന്നത്. പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഈ രണ്ടു പേരും ബ്രസീലിന് നല്ല പ്രതീക്ഷയാണ് നൽകുന്നത് എന്നുള്ളതാണ്. കാരണം ബ്രസീൽ നാഷണൽ ടീമിൽ വരുമ്പോൾ കുറച്ച് മുന്നേയൊക്കെ, അതായത് ഇപ്പോൾ ബ്രസീൽ അവസാനമായിട്ട് ഈ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ കളിച്ചിട്ടുള്ള 1-2 മത്സരങ്ങൾ ഒഴിച്ചാൽ അതിൻ്റെ മുന്നത്തെ മത്സരങ്ങളിലൊക്കെ വിനീഷ്യസ് ജൂനിയറിനെയും അതുപോലെ റാഫിനെയും ഒക്കെ ആളുകളൊക്കെ എടുത്തുങ്ങാണ്ട് ഏറി കയറ്റിയിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ക്ലബിന് വേണ്ടി കളിക്കുന്ന അത്ര രാജ്യത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ളൊരു പരാമർശം അത് മാത്രമായിരുന്നു. റാഫിൻ്റെ ഒരു സ്റ്റാറ്റസ് കഴിഞ്ഞ മത്സരത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ മുന്നത്തെ ഈ 2 മത്സരത്തോടു കൂടി ആ ഒരു പേര് ദോഷം മാറി കിട്ടിയിട്ടുണ്ട്. കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പറഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മത്സരം ബ്രസീലിന് വേണ്ടിയിട്ട്. വിനീഷ്യസ് കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ചിട്ടില്ല. അപ്പോൾ ഇരുവരും ക്ലബിന് വേണ്ടിയിട്ട് നല്ല മത്സര പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ട് ഈ ഒരു പ്രസ്താവനയിൽ, ഈ ഒരു പരാമർശത്തിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന പേര് വിനീഷ്യസിൻ്റേതാണ്. കാരണം അദ്ദേഹമാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതി ആളുകൾക്ക് കൂടുതലുള്ളത്. ക്ലബിന് വേണ്ടിയിട്ട് മാരക ഫോമിൽ കളിക്കുന്ന ഒരാൾ. ഈ റാഫിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ബാഴ്സലോണക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നല്ല ഈ ഒരു സീസൺ എന്ന് വേണമെങ്കിൽ പറയാം മികച്ച ഫോമിലായത് ഈ ഒരു സീസണാണ്. നമുക്ക് സ്റ്റാറ്റസുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ വിനീഷ്യസ് അറിയുമ്പോൾ ഓൾറെഡി കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം തൻ്റേതായിട്ടുള്ള ഫോം റയലിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളുകളെയും ഏറെ കയറ്റിയിരുന്ന ഒരു സാഹചര്യമാണ് ബ്രസീൽ ഫാൻസിനുണ്ടായിരുന്നത്. ബ്രസീലിൻ്റെ മത്സരങ്ങളൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. രണ്ടും ഒരേമാതിരി. റാഫിന ഇപ്പോൾ നിലവിൽ ബാഴ്സലോണക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ 20 ഗോളിൻ്റെ കോൺട്രിബ്യൂഷനാണ് നേടിയിട്ടുള്ളത്. 20 ഗോളിൻ്റെ 17 ഗോളിൻ്റെ കോൺട്രിബ്യൂഷനുമായിട്ട് വിനീഷ്യസ് ജൂനിയറും തൊട്ട് പിറകിലുണ്ട്. രണ്ടുപേരും ക്ലബിന് വേണ്ടിയിട്ട് റയൽ ബാഴ്സ ചിരവൈരികൾക്ക് വേണ്ടിയിട്ട് തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റാഫിനയുടെ ഒരു ഹാട്രിക്ക് നമുക്ക് വിനീഷ്യസിൻ്റെ റയലിനെതിരെ തന്നെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഒസാസുനയുമായിട്ടുള്ള മത്സരത്തിൽ വാലണ്ടിയോർ നഷ്ടപ്പെട്ടു വന്ന വിനീഷ്യസിൻ്റെ ഒരു ഹാട്രിക്കും കാണാൻ കഴിഞ്ഞു. ഏതായാലും ബ്രസീലിൻ്റെ വരുന്ന ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലും അതുപോലെ ബ്രസീലിൻ്റെ പ്രധാനപ്പെട്ട ഇനി ടൂർണമെൻറ്റ് വേദികളിലൊക്കെ ഇരുവരും നല്ല പ്രതീക്ഷയാണ്. കാരണം രണ്ടും മുന്നേറ്റ നിര താരങ്ങളാണ്, അത് ഒരു കാര്യം. അതുപോലെ തന്നെ സൂപ്പർ താരം നെയ്മർ കൂടി പരിക്ക് ക്ലിയർ ചെയ്ത് എത്തിയാൽ 3 പേരിലും ബ്രസീലിന് നല്ലൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ്.